ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1200 1800 ടൈൽ. നമുക്കറിയാം, നമ്മുടെ വീഡിയോകളിൽ ഒരു 10-12 വർഷം കഴിഞ്ഞ വീഡിയോകളെല്ലാം തന്നെ ടൈലിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ എംസാൻഡ് തന്നെയാണ്. എംസാൻഡിൽ വിരിച്ച് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ചൂടിക്കും, തണുപ്പ്. നമ്മുടെ കേരളത്തിൽ തന്നെ ചൂട്, തണുപ്പ്, അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് പൊന്തി വരുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളും. അതായത് ഒരു 100-ൽ 10% വീടുകളിൽ മാത്രമാണ് അങ്ങനെ കാണാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്ത അടുത്തൊന്നും നമ്മൾ സംഭവം കണ്ടിട്ടില്ല. നമ്മൾ ചെയ്ത വർക്കുകൾ ഒന്നും അങ്ങനെ വന്നതായി കണ്ടിട്ടില്ല. നമ്മൾ പലയിടത്തും പോയി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്സ് തീർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പല ഘട്ടമായിട്ടുള്ളൊരു പരിചയം കൊണ്ടായിരിക്കാം ഞാൻ ഏകദേശം ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു 22 വർഷമായിട്ടുണ്ട്. പഴയ മണലുകളിൽ ചെയ്തത് ഒരു വിഷയങ്ങളോ അങ്ങനെ ഒന്നോ ഇന്ന് വരെ കണ്ടുവന്നിട്ടില്ല. നമ്മൾ ചെയ്ത ഏകദേശം ഒരു 12 വർഷമുള്ള വീട് മണലിൽ ചെയ്തതാണ്. ഒരു പുതിയൊരു റീവർക്കിന് വേണ്ടി കിച്ചണൊക്കെ ഒന്ന് പൊളിച്ച് ഹാളാക്കി എടുക്കാൻ ഉള്ള വർക്കിന് പോയിരുന്നു. അപ്പോൾ അത് പൊളിച്ചപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം മണലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൊളിക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ എംസാൻഡ് അതിൽ പാർപ്പൊടി കേട്ട് വിരിച്ചതിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ. നമ്മൾ ചിപ്പർ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് വിട്ടുവരും. ആ ടൈല് ആദ്യം തന്നെ പൊളിഞ്ഞു വരും. പക്ഷെ മണൽ വിരിച്ച ടൈല് നേരെ മറിച്ച് തരിക്കനോടെയാണ് പൊളിഞ്ഞു വരുന്നത്. വേറെ തറ സംബന്ധമായ ഒരു വിഷയങ്ങളോ ആ ടൈലിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രീതി വെച്ച് എങ്ങനെ വീട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ടൈല് വിരിക്കുന്ന എങ്ങനെ വിരിച്ചാൽ ക്ലിയർ ആവും എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ബാക്കി കാണാം. 15 mm തിക്നെസ്സുള്ള കജാരിയുടെ മാറ്റ് ഫിനിഷ് ടൈലാണ്. പ്യൂർ മാറ്റ് അല്ലെങ്കിലും ലെപ്പോത്ര മോഡൽ ടൈലാണിത്. ഗ്രേ കളറാണ്, നല്ല അടിപൊളി ടൈലാണ്. തിക്നെസ്സും ഗ്രാനൈറ്റിൻ്റെ സെയിം തന്നെയായി നല്ല കട്ടിയുണ്ട്. നമുക്ക് വീടുകളിൽ വീട് വയ്ക്കാൻ ഇത്ര കട്ടിയുള്ള ടൈലാണെങ്കിൽ തന്നെ ചെറിയൊരു എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ബലമുള്ള ടൈലായിരിക്കും. അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഏറ്റവും കുറവാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫ്ലോറ് ക്ലിയറാക്കി നനച്ച് ഗ്രൗട്ട് വെച്ചതിന് ശേഷം 5:1 എന്നുള്ള രീതിയിലാണ് നമ്മൾ പരുക്കൻ മിക്സ് ആക്കുന്നത്. ശേഷം വാട്ടർ ലെവൽ എടുത്ത് കൃത്യമായി തന്നെ മാല് വെച്ച് നല്ല ലെവലുള്ള ചാനൽ ഉപയോഗിച്ച് തന്നെ കൃത്യമായി പരുക്കൻ ലെവൽ ചെയ്തെടുക്കാം. ടൈലിടുമ്പോൾ പലരും പറയും പരുക്കൻ ഒരുപാട് നനയ്ക്കണ്ട എന്നുള്ളത്. പക്ഷേ പരുക്കൻ ഒരുമാതിരി നനച്ച് തന്നെ വേണം ടൈല് ലേ ചെയ്യാനായിട്ട്. പുട്ടുപൊടി പോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഉണക്കം വന്ന് പിന്നെ പൊങ്ങി വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളമാകാത്ത രീതിയിൽ പരുക്കൻ നനച്ച് വിരിക്കുക. ശേഷം മട്ടം വിരിക്കുക. 2 സൈഡ് നോക്കി ഭിത്തിയിൽ കോണിപ്പ് ഉണ്ടോ എന്ന് നോക്കി ചരട് വെച്ച് മട്ടം തിരിച്ചതിന് ശേഷം മാത്രം ടൈല് വിരിക്കാൻ തുടങ്ങണം. ഫസ്റ്റ് കോട്ട് ഗ്രൗട്ട് ഒഴിച്ച് അല്പം വരയുക. മുട്ടാനുള്ള ഇരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ വരയുന്നത്. ശേഷം ഉറപ്പായും സെക്കൻഡ് കോട്ട് ഗ്രൗട്ട് ഒഴിക്കണം. കാരണം പിന്നീട് നമ്മൾ എത്ര നനച്ചു കഴിഞ്ഞാലും ഇതേപോലെ ഗ്രൗട്ടിൻ്റെ കോട്ടിങ് നിൽക്കുന്നത് കൊണ്ട് അടിയിലോട്ട് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് തീരെ കുറവായിരിക്കും. ശേഷം മറ്റേ ടൈലിനോട് ചേർത്ത് തന്നെ 2 എൻഡിലും സെൻട്രലുമായി 3 പോലത്തെ സ്പേസ് വെച്ച് നമ്മുടെ ടൈല് 5 mm തിക്നെസ്സിലാണ് ഗമ്മ് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ്. 4 പേരെങ്കിലും ഏകദേശം പിടിക്കാനായിട്ട് വേണ്ടി വരും. ടൈലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോ നോക്കി വിരിക്കുക എന്നുള്ളതാണ്. കമ്പനി പറയുന്നതും ഇത് തന്നെയാണ്. ആരോ നോക്കി വിരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ബെൻഡ് മാക്സിമം ഒഴിവായി പോകുന്നതാണ്. ഗ്രൗട്ട് എല്ലായിടത്തും തന്നെ കൃത്യമായി തന്നെ പുരട്ടുക. 5 mm തിക്നെസ്സിലാണ് ഗമ്മ് തേക്കുന്നത്. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. 3 mm സ്പേസറിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ ഇരിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വലിയ തുച്ഛമായ രീതിയിൽ പണിത് ടൈലിൻ്റെ വർക്ക് തീർത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഫാൾട്ട് എന്ന പോലെ നമ്മൾ മുതൽ മുടക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും നമുക്ക് പിന്നീട് റീകണ്ടീഷൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട്
നല്ല രീതിയിൽ വർക്ക് എപ്പോഴും സൈറ്റ് ഓണേഴ്സ് ചെയ്യിപ്പിക്കുക. എന്നാൽ എത്രത്തോളം ഈട് നിൽക്കാവോ അത്രയും നാളും നമുക്ക് നമ്മുടെ ടൈല് ഈട് നിൽക്കുന്നതായിരിക്കും. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വിരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചെറിയ നനഞ്ഞ വേസ്റ്റ് ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് തുടച്ച് തന്നെ ക്ലിയർ ആക്കിയാൽ മാത്രമേ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പാണ്ട് പിടിച്ച് എപ്പോക്സി ചെയ്ത് കഴിയുമ്പോൾ കറ പോലെ നിൽക്കും. അതുകൊണ്ട് ടൈൽ വിരിച്ചതിന് ശേഷം ചെറിയ നനവോടുകൂടിയുള്ള വേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ആക്കുക. ഈ ടൈലിൻ്റെ വില വരുന്നത് 200 രൂപയാണ് സ്ക്വയർ ഫീറ്റിന്. എല്ലാവർക്കും ഇത് ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഏത് ടൈൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അത് ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി അപ്പോക്സി വർക്കാണ് വരുന്നത്. അപ്പോൾ അത് ഇനി പെയിൻറ്റിങ്ങിന് ശേഷമാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ടൈൽ വിരിക്കുമ്പോൾ കട്ടയോ വെയിറ്റോ വെച്ച് മെന്ന് നിവർത്തി വിരിക്കരുത്. പോയി ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.